ശരിക്കും നമ്മുടെ വൈകാരിക തലങ്ങളിൽ അടിച്ചമർത്തപ്പെട്ട വികാരങ്ങള്, ദുഃഖങ്ങള്, നിരാശകള്, കുറ്റബോധം, ഭയം, അങ്ങനെ അടിച്ചമർത്തപ്പെട്ട വികാരങ്ങള് പെട്ടവരാ പലരും. അടിച്ചമർത്തപ്പെട്ട വികാരങ്ങൾ, സൗഖ്യം കിട്ടാത്ത മേഖലകൾ, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം, കർത്താവിന് സ്വീകാര്യമായ വത്സരം പ്രഖ്യാപിക്കുവാൻ അവിടുന്ന് തന്നെ അയച്ചിരിക്കുന്നു. അടിമത്തത്തിലേക്ക് നയിക്കുന്ന സാത്താൻ എന്ന ആ തിന്മയുടെ ശക്തിയിൽ നിന്ന് നമുക്ക് ഒരു വിടുതൽ ആവശ്യമാണ്. രണ്ട് കരമീട്ടി ഒന്ന് സ്തുതിക്കാമോ? നന്നായിട്ട് സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ അടിച്ചൊന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ. ഈ കഴിഞ്ഞ ദിവസം നമ്മൾ ചാലക്കുടി അടുത്ത് കൊടുങ്ങ എന്ന സ്ഥലത്ത് ബൈബിൾ കൺവെൻഷൻ ആയിരുന്നു. ആ കൺവെൻഷൻ്റെ വലിയ അനുഗ്രഹമാണ്. കൺവെൻഷൻ്റെ ആദ്യത്തെ ദിവസം ഞാൻ ഫസ്റ്റ് ടോക്ക് കൊടുത്തുണ്ടെങ്കിൽ ആത്മാവൊരു പ്രേരണ നൽകി. നട്ടെല്ലുമായിട്ട് ബന്ധപ്പെട്ടുള്ള രോഗാവസ്ഥകളുടെ കർത്താവ് സ്പർശിക്കാൻ പോകുന്നു. അപ്പം ഞാൻ മെസ്സേജ് അനൗൺസ് ചെയ്തു. നട്ടെല്ല് പൊട്ടിയവർ, ഡിസ്ക് അങ്ങനെ പ്രശ്നമുള്ള ഓപ്പറേഷൻ വന്നിരിക്കുന്നവർ, ബെൽറ്റിട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ വരാൻ പറഞ്ഞു. അപ്പം ആദ്യം കയറി വന്നത് ഒരു ചേട്ടൻ. ആ ചേട്ടൻ്റെ പേര് ലൂയിസ്, ആ ഇടവക്കാരനാണ്. ആ ചേട്ടൻ കയറി വന്ന് ഞാൻ ചോദിച്ചു എന്ത് പറ്റിയതാ? ബൈക്ക് അപകടമുണ്ടായി, അങ്ങനെ നട്ടെല്ല് പൊട്ടിയതാണ്, കംപ്ലീറ്റ് ഇവിടം കൂട്ടി കംപ്ലീറ്റ് ബെൽറ്റിട്ട് ഒരു അങ്ങനെയാണ് നടക്കുന്നത്. 3 മാസത്തെ റെസ്റ്റാണ് പറഞ്ഞിരിക്കുന്നത്, ഒന്നും ചെയ്യാനൊക്കത്തില്ല. അവന് വിശ്വാസമുണ്ടോ? ഉണ്ട്. ഷർട്ട് ഊരിക്കൊള്ളാൻ പറഞ്ഞു. ഷർട്ട് ഊരി മാറ്റി, എന്നിട്ട് കംപ്ലീറ്റ് ആ ബെൽറ്റുകൾ കംപ്ലീറ്റ് അഴിച്ചു മാറ്റി. പൊട്ടിയ നട്ടല്. ഞാൻ ആ നട്ടലിൽ ഇങ്ങനെ തൊട്ട് യേശുവിൻ്റെ നാമത്തിൽ കൊണ്ട് പ്രാർത്ഥിച്ചു. കുനിയാൻ പറഞ്ഞു, കുനിഞ്ഞു. വട്ടങ്ങനെ നട്ടൽ തിരിച്ചു, ഇരുന്നു, എഴുന്നിട്ട് ഓടാൻ പറഞ്ഞു, ഓടി. ആ നിമിഷം ആ നട്ടല് കർത്താവ് സൗഖ്യമാക്കി. ഹല്ലേലൂയ. ആ നിമിഷം ആ നട്ടലിനെ കർത്താവ് തൊട്ട് സുഖപ്പെടുത്തുകയാണ്. ഭയങ്കര സാക്ഷ്യമായിരുന്നു. അപ്പം ഞാൻ ചോദിച്ചു, ലൂയിസേട്ടാ, ഈ കൺവെൻഷൻ്റെ ആദ്യ ദിവസം തന്നെ സൗഖ്യം കിട്ടുമെന്ന് വിശ്വാസം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു. ഉടനെ പറയുകയാണ്, അവിടെ നല്ലൊരു വിശുദ്ധനായ വൈദികനടുത്ത് വികാരി ഷിബുവച്ചൻ. അപ്പം ഈ ചേട്ടൻ പറയുന്നത്, ലൂയിസേട്ടൻ പറയുകയാണ്, ഷിബുവച്ചൻ പറഞ്ഞായിരുന്നു ലൂയിസേട്ടനെ കർത്താവ് തൊടും, ഉറപ്പായിട്ടും ഈ ബെൽറ്റ് മാറ്റുമെന്ന് അച്ഛൻ പറഞ്ഞിരുന്നെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ അച്ഛൻ പറഞ്ഞ അച്ഛൻ്റെ വാക്ക അത്ഭുതമായിട്ട് തൊട്ടത്. ആ നിമിഷം സൗഖ്യം, അത് വലിയ ആ സൗഖ്യങ്ങൾ വൈറലായി. പിന്നെ പിറ്റേ ദിവസം അതിൻ്റെ ഇരട്ടിയാളായിരുന്നു, വലിയ ജനക്കൂട്ടമാണ്. പിന്നെ കൺവെൻഷൻ കൂടി അത്ഭുതകരമായൊരു സൗഖ്യം. ധാരാളം പേരെ കർത്താവ് സൗഖ്യമാക്കി അനുഗ്രഹിച്ചു. അവിടുത്തെ ഒരു സംഭവം കൂടി ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളൊക്കെ കേട്ടിരിക്കേണ്ട ഒരു സംഭവമാണ്. അവിടെ കൺവെൻഷൻ ഒരുക്കമായിട്ട് ഇടവകയിൽ ഒരു ദിവ്യകാരുണ്യ പ്രദക്ഷിണം അച്ഛൻ നടത്തി. വണ്ടിയിൽ ദിവ്യകാരുണ്യം വെച്ചുകൊണ്ട് പോവുക. പോയിട്ട് ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ അവിടെ വിശ്വാസം കൂടെ നിന്ന് സ്വീകരണം നൽകി പ്രാർത്ഥിച്ച്, അങ്ങനെ ആ ഇടവക അതിർത്തി മൊത്തം കൺവെൻഷന് വേണ്ടി ദിവ്യകാരുണ്യ പ്രദക്ഷിണം. സാധാരണ അങ്ങനെ ആരും അച്ഛന്മാർ ചെയ്യുന്നതല്ല, പക്ഷെ അച്ഛൻ നല്ല തീഷ്ണതയാണ്. അപ്പം ഈ ദിവ്യകാരുണ്യ പ്രതിഷ്ഠമായിട്ട് അങ്ങനെ പോയി ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ, ഹല്ലേലൂയ, യേശുവേ നന്ദി, അവിടെ ദിവ്യകാരുണ്യ കൂടുമ്പോൾ അതിനടുത്ത് എല്ലാം അക്രൈസ്തവർ താമസിക്കുന്നവരാണ്. ഒരു വ്യക്തി അവിടെ റോഡ് സൈഡിൽ നിൽക്കുക. ആ മനുഷ്യൻ ഒരു 60 വയസ്സെന്ന് പറയാനുണ്ടെന്ന് പറഞ്ഞു. ഇച്ചിരി വർഗീയവാദിയാണ്. അദ്ദേഹം കാർക്കിച്ചു തുപ്പി, അവിടെ കാർക്കിച്ചു തുപ്പി. എന്നിട്ട് ധ്യാന പ്രദേശം പോയപ്പോൾ എന്തൊക്കെയോ പറഞ്ഞു, വളരെ മോശമായിട്ട് എന്തൊക്കെയോ പറഞ്ഞു. ഇവര് അച്ഛൻ പറയുകയാണ്, ഇവർ പോയിട്ട് ദിവ്യകാരുണ്യ പ്രദക്ഷിണം കഴിഞ്ഞ് തിരിച്ച് ആ വഴിയിലൂടെ തിരിച്ചു വരേണ്ടത്. തിരിച്ചു വരുമ്പോഴത്തേക്കും ആ മനുഷ്യൻ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു. ആ മനുഷ്യൻ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു. ഒറ്റ മണിക്കൂറിനുള്ളിൽ ഇത് ചെയ്തു. ഒറ്റ മണിക്കൂറിനുള്ളിൽ ആൾ മരിക്കുകയാണ്. 60 വയസ്സ് പ്രായം. ദിവ്യകാരുണ്യ ഈശോയെ അധിക്ഷേപിച്ച, കാർക്കിച്ചു തുപ്പിത, രൊക്കം കർത്താവ് പിടിച്ചു. ഹല്ലേലൂയ. കർത്താവ് അങ്ങനെ ചെയ്യും ചില അവസരങ്ങളിൽ.
ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് അല്ലേ? ഒരിക്കലും ചെയ്യാൻ. അതോടെ എല്ലാവരും ഞെട്ടിയിട്ടുണ്ട്. അവിടെ ആ ദേശം മുഴുവൻ ഞെട്ടിപ്പോയിട്ടുണ്ട്. അത് ചെയ്തു. ഒറ്റ മണിക്കുള്ളിൽ ഇവർ തിരിച്ച് പ്രതിഷ്ഠം പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് ആ വീട്ടിൽ കറുത്ത കൊടി ആള് അവിടെ തന്നെ വീണ് മരിക്കുക. അപ്പോൾ ചിലപ്പോൾ കർത്താവ് രൊക്കം കണക്ക് ചോദിച്ചിരിക്കും. അപ്പോൾ ചിലപ്പം രൊക്കം കണക്ക് ചോദിക്കുക നല്ലതാണ്, അതൊക്കെ ആവശ്യമാണെന്നുള്ള കാഴ്ചപ്പാട് കാരണം ഞാനും അത്യാവശ്യം അങ്ങനെയെല്ലാം പോട്ടെ ക്ഷമിച്ചേക്കാം. ചില കാര്യങ്ങളൊക്കെ രൊക്കം കണക്ക് ചോദിക്കണം. ഹല്ലേലൂയ. അത് അവർ അക്രൈസ്തരോടും അതിലെ കത്തോലിക്കരോടും രൊക്കം തന്നെ കണക്ക് വയ്ക്കുന്നല്ല. ഇച്ചിരി ഭയവും പേടിയും ബഹുമാനമൊക്കെ വരാനായിട്ട് അന്നേരം കണക്ക് ചോദിക്കുന്നല്ല. ഹല്ലേലൂയ. ആണോ? എന്ത് പറയുന്നു? വേണ്ടേ? നമുക്ക് കരുണയ്ക്ക് വേണ്ടി എന്ത് സ്തുതിക്കാം. ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഹല്ലേലൂയ. കർത്താവേ കരുണയായിരിക്കണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി, പരിശുദ്ധാത്മാവേ ആരാധന ആരാധന ആരാധന. സ്തുതിക്കുന്നു. കരമടിച്ച് കർത്താവിൽ നന്ദി കൊടുക്കാം. നന്ദിയോടെ സ്തുതിക്കുന്ന പിതാവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്വത്തിന്റെ ആത്മാവിനല്ല, ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്വത്തിന്റെ ആത്മാവിനെയല്ല. 2 തിമോത്തി 1:7. എന്തെന്നാൽ ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും ആത്മധൈര്യത്തിന്റെയും ആത്മാവിനെയാണ് അവിടുന്ന് നമുക്ക് നൽകുന്നത്. ശക്തിയുടെ ആത്മാവ്, സ്നേഹത്തിന്റെ ആത്മാവ്, ധീരതയുടെ ആത്മാവ്, വിശുദ്ധിയുടെ ആത്മാവിനെയാണ് ദൈവം നമുക്ക് നൽകുന്നത്. അപ്പൊ ശക്തിയുടെ ആത്മാവ്, ധീരതയുടെ ആത്മാവ്, ധൈര്യത്തിന്റെ ആത്മാവിനെയാണ് ദൈവം നമുക്ക് നൽകുന്നത്. ഹല്ലേലൂയ. ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല. ഭീരുത്വം എന്ന് പറയുന്നത് ശരിക്കും ഒരു പൈശാചിക ബന്ധനമാണ്. ഭയം ഒരു തിന്മയുടെ ആത്മാവാണ്. ജോബിന്റെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്, ഞാൻ ഭയപ്പെട്ടിരുന്നത് പോലെ എനിക്ക് സംഭവിച്ചു എന്ന്. ഒന്നിനെയും നമ്മൾ ഭയപ്പെടേണ്ട കാര്യം ഈ ലോകത്തില് മനുഷ്യനെയോ വ്യക്തികളെയോ സ്ഥാനങ്ങളെയോ ലോകത്തെ ഒന്നിനെയും നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം ശക്തനായ ദൈവം നമ്മുടെ കൂടെയുണ്ട്. നിന്റെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. 1 യോഹന്നാൻ 4:4. നിന്റെ ഉള്ളിൽ വസിക്കുന്ന യേശു, നിന്റെ ഉള്ളിൽ വസിക്കുന്ന പിതാവ്, നിന്റെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് സർവശക്തനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം നിന്റെ ഉള്ളിൽ വസിക്കുന്നു. നീ ഭയപ്പെടുകയേ വേണ്ട. നിന്റെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. നിന്റെ ഉള്ളിൽ ശക്തനായവനുണ്ട്. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവൻ, എല്ലാറ്റിനെയും പരിപാലിക്കുന്നവൻ, ശക്തനായവൻ നിന്റെ ഉള്ളിൽ നിന്റെ കൂടെ വസിക്കുന്നു. ഭീരുത്വത്തിന്റെ ആത്മാവിനെയല്ല, ശക്തിയുടെ ആത്മാവ്, ധീരതയുടെ ആത്മാവിനെയാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. ഹല്ലേലൂയ. എന്തെന്നാൽ വീണ്ടും നിങ്ങളെ ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്വത്തിന്റെ ആത്മാവിനെയല്ല, മറിച്ച് പുത്ര സ്വീകാര്യത്തിന്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. പുത്ര സ്വീകാര്യത്തിന്റെ ആത്മാവ്. ഞാനും നിങ്ങളും ദൈവത്തിന്റെ പുത്രനായി പുത്രിയായിട്ട് എങ്ങനെയാണ് മാറിയത്? എല്ലാവരും ഈ ലോകത്തിലുള്ളവരും ദൈവത്തിന്റെ മക്കളാണ്. ഒറ്റ വാക്കി പറഞ്ഞു, എല്ലാവരും, എല്ലാ ജാതിയും മതത്തിൽപ്പെട്ട എല്ലാവരും ദൈവത്തിന്റെ മക്കളാണ്. പക്ഷെ പുത്രന്റെ സ്ഥാനത്തേക്ക് നമ്മൾ എങ്ങനെ ഉയർത്തപ്പെട്ടത്? ദൈവപുത്രയുടെ സ്ഥാനത്തേക്ക് നമ്മൾ ഉയർത്തപ്പെട്ടത് ദൈവം തന്റെ ആത്മാവിനെ നമുക്ക് തന്നതിലൂടെയാണ്. ദൈവത്തിന്റെ ആത്മാവ് എൻ്റെ ഉള്ളിലുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ദൈവപുത്രനായത്, നിങ്ങൾ ദൈവപുത്രിയായത്. ദൈവത്തിന്റെ ആത്മാവ് ആരിലുണ്ടോ അവൻ ദൈവത്തിന്റെ പുത്രനാണ്, അവൻ ദൈവത്തിന്റെ പുത്രിയാണ്. ഹല്ലേലൂയ. ഇവിടെ പറയുകയാണ്, ആബാ പിതാവേ, ഈ ആത്മാവ് മൂലമാണ്, പുത്രസ്വീകാര്യത്തിന്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. ഈ ആത്മാവ് മൂലമാണ് നാം ദൈവത്തിന്റെ മക്കളാണെന്ന് ഈ ആത്മാവിന്, നമ്മുടെ ആത്മാവിനോട് എന്ന് സാക്ഷ്യം നൽകുന്നു. നാം മക്കളെങ്കിൽ അവകാശികളുമാണ്. ദൈവത്തിന്റെ ആത്മാവിനെ നമുക്ക് തന്നിരിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് എൻ്റെ ഉള്ളിലുള്ളത് കൊണ്ട് ഞാൻ ദൈവത്തിന്റെ മകനാണ്. ഞാൻ ദൈവത്തിന്റെ മകനായതുകൊണ്ട് ഞാൻ അവകാശിയാണ്.
ദൈവത്തിന്റെ എല്ലാ അനുഗ്രഹത്തിനും ദൈവം നൽകുന്ന എല്ലാ കൃപകൾക്കും ഞാൻ അവകാശിയാണ്. കാരണം ഞാൻ മകനാണ്. ഹല്ലേലൂയ. പുറത്തുള്ളവർക്ക് അത് കിട്ടുമെന്ന് നിർബന്ധമില്ല. ദൈവത്തിന്റെ മകനായ ഞാൻ അല്ലെ മകളായ നീ, നിനക്ക് ഇതെല്ലാം അവകാശമായിട്ട് ലഭിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. നാം മക്കളെങ്കിൽ അവകാശികളുമാണ്. ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളും. ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളും. ദൈവത്തിന്റെ അവകാശികള് ക്രിസ്തുവിന്റെ കൂട്ടവകാശികളാണ് നാം ഓരോരുത്തരും. ക്രിസ്തുവിന്റെ കൂട്ടവകാശികളാണ് നാം ഓരോരുത്തരും. ഹല്ലേലൂയ. യേശു ആരാണ്? യേശു ആരാണ്? ദൈവമാണ്. അത് മാത്രമല്ല, ദൈവത്തിന്റെ ഏകജാതന ഈ ഭൂമിയിൽ, ദൈവത്തിന്റെ ഏകജാതനായ പുത്രനാണ് യേശു ക്രിസ്തു. നമ്മൾ ക്രിസ്തുവുമായിട്ട് കൂട്ടവകാശികളായിട്ട് മാറുകയാണ്. ക്രിസ്തുവിനെ നമ്മൾ സ്വന്തമാക്കി കഴിയുമ്പോൾ, ആത്മാവിനെ പ്രാപിച്ചു കഴിയുമ്പോൾ, ദൈവ മക്കളുടെ സ്ഥാനത്തേക്ക് നമ്മൾ ഉയർന്നു കഴിഞ്ഞു. ദൈവ മകന്, ദൈവമകൾക്ക് ദൈവത്തിന്റെ എല്ലാ നന്മകൾക്കും കൃപകൾക്കും അനുഗ്രഹത്തിനും അവകാശം. ഹല്ലേലൂയ. ഇനി എന്നാൽ അവനോടൊപ്പം ഒരിക്കൽ മഹത്വപ്പെടുന്ന ഇപ്പോൾ അവനോട് കൂടി നാം പീഡ അനുഭവിക്കാം. അവനോടൊപ്പം ഒരിക്കൽ മഹത്വപ്പെടേണ്ടതിന് അവനോടൊപ്പം ഇപ്പൊ നാം പീഡ സഹിക്കുകയാണ്. പീഡകള് ദൈവമകനാണോ ദൈവമകളാണോ, പീഡകളും പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അതൊക്കെ നമ്മൾ സഹിച്ച് കടന്നു പോയേ മതിയാവത്തുള്ളൂ. ദൈവമകന്റെ അവകാശമാണ് ഇതെല്ലാം. പീഡകളും സഹനങ്ങളും വിഷമങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരികയും ചെയ്യും. ഹല്ലേലൂയ. ഇതിന് നമ്മൾ ആത്മാവിന്റെ ശക്തിയോടുകൂടി അതിജീവിക്കണം. ഹല്ലേലൂയ. രണ്ട് കരങ്ങളെയും ഉയർത്തി നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. സ്വരമേറ്റി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. അല്പം സ്വരമേറ്റേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരം ഉയരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരവടിച്ചൊന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഇല്ലാത്തവർ ഉണ്ടോ? പരിശുദ്ധാത്മാവ് ഇല്ലാത്ത മനുഷ്യരുണ്ടോ? എല്ലാവർക്കും പരിശുദ്ധാത്മാവുണ്ടോ? പറയാ. എല്ലാവർക്കും ഇല്ല. ചേട്ടന്മാരെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് എല്ലാവർക്കും ഉണ്ടോ? നമ്മൾ കേട്ടവരെന്ത് പറയുന്നു? ദൈവമകന് മകളാകണമെങ്കിൽ പരിശുദ്ധാത്മാവിനെ വേണം. പരിശുദ്ധാത്മാവ് നമ്മുടെ വന്നു കഴിയുമ്പോഴാണ് ദൈവമകനായി ദൈവ മകളുടെ സ്ഥാനത്തായിട്ട് നമ്മൾ ഉയരുന്നത്. പരിശുദ്ധാത്മാവില്ലാത്തവരുണ്ട്. യൂദാസ് എഴുതിയ ലേഖനം ഒറ്റ അധ്യായമേ ഉള്ളൂ, അതിന്റെ 18-19. തങ്ങളുടെ ദുഷ്ടമായ അധമ വികാരങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന പരദൂഷകർ അവസാന നാടുകളിൽ വരും. തങ്ങളുടെ ദുഷ്ടമായ അധമ വികാരങ്ങൾക്ക് അടിമപ്പെട്ടു ജീവിക്കുന്നവർ. അധമ വികാരം, ജഡത്തിന്റെ അധമ വികാരങ്ങൾ, ആസക്തികൾ, അധമ വികാരങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യൻ. ജഡികാസക്തി, ഭോഗാസക്തി, ഭക്ഷണാസക്തി, മദ്യം, ലഹരി, മ്ലേച്ഛത, ലൈംഗിക വൈകൃതങ്ങൾ, അശുദ്ധിയിൽ ജീവിക്കുന്ന മനുഷ്യർ. ജഡത്തിന്റെ അധമ വികാരങ്ങൾക്ക് അടിമപ്പെട്ടു ജീവിക്കുന്ന മനുഷ്യരുണ്ടാവും. തുടർന്ന് പറയാ 19 അവർ പരിശുദ്ധാത്മാവില്ലാത്തവരും കേവലം ലൗകികരും. ഹല്ലേലൂയ. അവർ പരിശുദ്ധാത്മാവ് ഇല്ലാത്തവരാ. ജഡത്തിന്റെ അധമ വികാരങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന അവർ പരിശുദ്ധാത്മാവ് ഇല്ലാത്തവരാ. കാരണം നിന്റെ ശരീരം പരിശുദ്ധാത്മാവിന്റെ ആലയമാണെന്ന് നിനക്ക് അറിഞ്ഞുകൂടെ? ദൈവത്തിന്റെ ആലയം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. നമ്മുടെ ശരീരം പരിശുദ്ധാത്മാവിന്റെ ആലയമാണ്. നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവാത്മാവ് ഒരു വ്യക്തിയാണ്, വെറുമൊരു ശക്തിയല്ല.
നമ്മൾ തിരിച്ചറിയണം. സഹായകൻ ഒരു വ്യക്തിയാണ്. പിതാവായ ദൈവം ഒരു വ്യക്തിയാണ്. പുത്രനായ ദൈവം ഒരു വ്യക്തിയാണ്. പരിശുദ്ധാത്മാവായ ദൈവം ഒരു വ്യക്തിയാണ്. ആത്മാവായ അരൂപിയായ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ വന്നു കഴിയുമ്പോൾ മുതൽ എന്നിൽ ഒരു വ്യക്തിയായിട്ടാണ് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത്. ഹല്ലേലൂയ. ഒരു നാളും നീ അനാഥനല്ല, ഒരു നാളും നീ അന്യനല്ല, ഒരു നാളും നീ അനാഥനല്ല.